ഫോട്ടോഗ്രഫി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആർട്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കലകളിലൊന്നായ ഫോട്ടോഗ്രഫി പലർക്കും ഒരു ക്രേസ് ആണ്, പലർക്കും അതൊരു ജീവിതമാർഗം കൂടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഫോട്ടോഗ്രഫി എന്ന് പറഞ്ഞ ഒരു കല നമ്മുടെ മുമ്പിലോട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്. സോ വി ആർ ഗോയിങ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ ആസ് സിമ്പിൾ ആസ് പോസിബിൾ ഇൻ ദിസ് ക്രിസ്മസ് സീസൺ. എത്ര എളുപ്പമാക്കാൻ പറ്റുമോ അത്രയും എളുപ്പമാക്കി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫോട്ടോഗ്രഫിയുടെ ബേസിക്സ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഫോട്ടോഗ്രഫി ഈസ് ദ ആർട്ട് ഓഫ് ക്യാപ്ചറിംഗ് ദ ലൈറ്റ്. പ്രകാശത്തെ രേഖപ്പെടുത്തുന്ന ഒരു കലാരൂപമാണ് ഫോട്ടോഗ്രഫി. നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ പ്രിൻസിപ്പിളുകളും പ്രകാശവുമായി ബന്ധപ്പെട്ടാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ക്യാമറ ഒരു ഇമേജിനെ പകർത്തുന്നത് എന്നാണ്. ക്യാമറയുടെ പ്രവർത്തനം നമ്മുടെ കണ്ണുകളുടെ പ്രവർത്തനമായിട്ട് വളരെ സാദൃശ്യമുള്ള ഒന്നാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്? ഒരു വസ്തുവിൽ തട്ടി വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിന്റെ ലെൻസിന്റെ അകത്തുകൂടെ കടന്ന് ലെൻസിന്റെ പിൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന റെറ്റിന എന്ന് പറഞ്ഞ പാർട്ടിൽ പതിക്കുമ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത്. ഒരു വസ്തുവിൽ തട്ടി വരുന്ന പ്രകാശം നമ്മുടെ ക്യാമറയുടെ ലെൻസിന്റെ അകത്തൂടെ കടന്നുപോയി ലെൻസിന്റെ ബാക്കിലായി സ്ഥിതി ചെയ്യുന്ന സെൻസറിൽ പതിക്കുമ്പോഴാണ് ക്യാമറ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മളെ കണ്ണിലാണെങ്കിൽ ആ ഒരു വസ്തുവിനെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത് ബ്രെയിൻ ആണ്. അതുപോലെ ക്യാമറയിലാവട്ടെ ക്യാമറയുടെ പ്രോസസ്സറാണ്. ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത് പ്രകാശത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കലയായതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രഫിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് എക്സ്പോഷർ. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പോഷറിലാണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു വെളിച്ചത്തിലാണെന്ന് പറയാം. ഇവിടെ ഇങ്ങനെ വെളിച്ചം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ഈ ഇമേജ് ഒരു അണ്ടർ എക്സ്പോസ്ഡ് ആയ ഇമേജ് ആണെന്ന് പറയാം. അതുപോലെ ഇവിടെ ഇങ്ങനെ വെളിച്ചം കൂടുകയാണെങ്കിലും ഈ ഇമേജിനെ ഒരു ഓവർ എക്സ്പോസ്ഡ് ആയ ഇമേജ് എന്ന് പറയാം. ഫോട്ടോഗ്രഫിയുടെ ബേസിക്സ് എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന 3 പ്രിൻസിപ്പിളുകൾ ഉപയോഗിച്ച് നമ്മുടെ നിലവിലുള്ള ടോട്ടൽ എക്സ്പോഷറിനെ എങ്ങനെ കറക്റ്റായി കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യത്തെ പ്രിൻസിപ്പിളാണ് അപ്പേർച്ചർ. അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ ഹോൾ അല്ലെങ്കിൽ ദ്വാരം എന്നാണ് നമുക്ക് അതിന്റെ അർത്ഥം കാണാൻ സാധിക്കുക. നമ്മളെ കണ്ണിന്റെ അകത്തുകൂടെ പ്രകാശം എങ്ങനെയാണ് കടന്നു പോകുന്നത്? കണ്ണിന്റെ കൃഷ്ണമണിയുടെ അകത്തുള്ള സുഷിരത്തിലൂടെയാണ് പ്രകാശം ലെൻസിലേക്ക് എത്തുന്നത്. ഇവിടെയും സെയിം ആണ്. നിങ്ങൾ കാണുന്ന ഈ ഒരു ലെൻസിന്റെ അകത്തുള്ള ഈ ഒരു സുഷിരത്തിലൂടെയാണ് പ്രകാശം സെൻസറിലോട്ട് എത്തുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ ലെൻസിന്റെ ഈ ദ്വാരത്തെ അല്ലെങ്കിൽ ഈ ഒരു സുഷിരത്തെയാണ് നമ്മൾ അപ്പേർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെൻസിന്റെ ദ്വാരത്തെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രകാശം ഈ ലെൻസ് നമ്മളെ ക്യാമറയുടെ സെൻസറിലോട്ട് എത്തിക്കും. ഈ ദ്വാരം അടക്കും തോറും സെൻസറിലോട്ട് എത്തുന്ന പ്രകാശത്തിന്റെ അളവ് കുറയും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അപ്പേർച്ചർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോഷർ കൂടും, അപ്പേർച്ചർ അടച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പോഷറിനെ ബാധിക്കും. അടുത്ത കോൺസെപ്റ്റ് ആണ് ഷട്ടർ സ്പീഡ്. ഷട്ടർ സ്പീഡ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഷട്ടർ. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു DSLR അല്ലെങ്കിൽ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലെക്സ് ക്യാമറയാണ്. ഈ ക്യാമറയുടെ അകത്ത് കാണുന്ന ഈ ഒരു മിററിന്റെ അടിയിലായി നമുക്ക് സെൻസർ കാണാൻ സാധിക്കും. പക്ഷേ സെൻസർ ലൈറ്റിലോട്ട് എക്സ്പോസ്ഡ് ആയിരിക്കില്ല, തുറന്നു വെച്ചിരിക്കുകയായിരിക്കില്ല. ആ ഒരു സെൻസറിന്റെ പുറത്തായിട്ട് ഒരു ഷട്ടർ കാണും. നമ്മൾ എപ്പോഴാണ് ഒരു ഫോട്ടോ എടുക്കുന്നത് ആ സമയത്ത് മാത്രമേ ആ ഷട്ടർ തുറക്കത്തുള്ളൂ. വളരെ സിമ്പിളായി പറഞ്ഞാൽ ആ ഒരു ഷട്ടർ തുറക്കുന്ന സ്പീഡിനെയാണ് നമ്മൾ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. കൂടുതൽ സമയം ഷട്ടർ തുറന്നിരുന്നാൽ ക്യാമറയുടെ സെൻസറിലോട്ട് കൂടുതൽ പ്രകാശം കയറും. കുറച്ച് സമയമാണ് നമ്മൾ ഷട്ടർ തുറക്കുന്നതെങ്കിലോ കയറുന്ന പ്രകാശത്തിന്റെ അളവ് കുറയും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുറഞ്ഞ ഷട്ടർ സ്പീഡ് ഉപയോഗിച്ചാൽ എക്സ്പോഷർ കൂടുകയും ഷട്ടർ സ്പീഡ് കൂടുന്നതനുസരിച്ച് എക്സ്പോഷർ കുറയുകയും ചെയ്യും. ദാറ്റ്സ് ഓൾ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൺസെപ്റ്റ് ആണ് ISO. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സെൻസറുകൾക്ക് ഡിജിറ്റലായി എക്സ്പോഷർ കൂട്ടാൻ ഒരു കഴിവുണ്ട്. അതിനാണ് ISO എന്ന് പറയുന്നത്. ISO കൂട്ടുന്തോറും പ്രകാശം ഡിജിറ്റലായി കൂടി വരും, ISO കുറക്കുന്തോറും പ്രകാശം കുറഞ്ഞു വരും. ഡിജിറ്റൽ ആകുന്നതിന് മുമ്പ് certain ISOയിലുള്ള ഫിലിംസ് നമുക്ക് കിട്ടുമായിരുന്നു. എത്ര ISOയുടെ ഫിലിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നനുസരിച്ച് നമുക്ക് കൂടുതൽ പ്രകാശം ആ ഒരു ഫോട്ടോഗ്രാഫിൽ കിട്ടുമായിരുന്നു. അപ്പോൾ ബേസിക്സ് വളരെ സിമ്പിൾ ആണ്. അപ്പേർച്ചർ, ISO, ഷട്ടർ സ്പീഡ്. അപ്പേർച്ചറിന്റെയും ISOയുടെയും ഷട്ടർ സ്പീഡിന്റെയും വളരെ ബുദ്ധിപരമായ കോർഡിനേഷൻ ആണ് അല്ലെങ്കിൽ ഉപയോഗമാണ് നല്ലൊരു ഫോട്ടോ എടുക്കാൻ നമ്മളെ എപ്പോഴും സഹായിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വരും വീഡിയോകളിൽ ഫോട്ടോഗ്രഫിയുടെ കൂടുതൽ ബേസിക്സ് നമ്മൾ ഉറപ്പായും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തുടർന്നും ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രഫി ട്യൂട്ടോറിയൽസ് കാണാനായി നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും കാണും അടുത്ത ആഴ്ച ഇതേ ദിവസം വളരെ വ്യത്യസ്തമായ പുതിയൊരു ടോപ്പിക്കുമായി.